സങ്കീർത്തനങ്ങൾ 116:12 വാക്യം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും?
ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഉപകാരത്തിന് പകരം കൊടുക്കാനാകുമോ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ഒരിക്കലായിട്ട് അനുഭവിക്കുന്നതും ദൈനംദിനം അനുഭവിക്കുന്നതുമായ വ്യത്യസ്ത നിലയിലുള്ള ഉപകാരങ്ങളുണ്ട്. അതിൽ ദൈവം അവന് ചെയ്തതും ചെയ്യുന്നതും മനുഷ്യർ ചെയ്യുന്നതുമായ ഉപകാരങ്ങൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഉപകാരങ്ങൾ ആവശ്യമുള്ളവനാണ് മനുഷ്യൻ. ഇപ്രകാരമുള്ള ഉപകാരങ്ങൾ ലഭ്യമാകാതെ ഒരു മനുഷ്യ ജീവിതം സാധ്യമാകില്ല. ഉപകാരങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ നന്ദിയുള്ളവനായിരിക്കണം. അവനും ഉപകാരങ്ങൾ തിരിച്ചും ചെയ്യുന്നവനായിരിക്കണം. പകരമായി മനുഷ്യൻ ഉപകാരങ്ങൾ ചെയ്യുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അത് ഒരു സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പ്രകടനം കൂടിയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ഉപകാരത്തിന് പകരം ഉപകാരം ചെയ്യാൻ അവന് കഴിയും. എന്നാൽ ഒരു മനുഷ്യന് ദൈവം തനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യുവാനാകുമോ? ദൈവത്തിൻ്റെ വലിപ്പത്തിനും ദൈവത്വത്തിനും പരിശുദ്ധിക്കും തുല്യമായ പകരം ചെയ്യുവാൻ ഇവിടെ ആരെക്കൊണ്ട് കഴിയും? ആർക്കും അതിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ദൈവം നമുക്ക് ഉപകാരം ചെയ്തിട്ട് ഇതിന് പകരമായി നീ എനിക്കിത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവനും ആഗ്രഹിക്കുന്നവനുമല്ല നമ്മുടെ ദൈവം. തുല്യതയുള്ളവർക്ക് പകരം ചെയ്യുവാനാകുകയുള്ളൂ. ദൈവത്തിന് തുല്യം നിൽക്കാൻ ആരുമില്ലല്ലോ. ദൈവം നമുക്ക് തന്ന സ്നേഹത്തിനും നന്മയ്ക്കും പ്രത്യുപകാരം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നത് നമ്മുടെ തോന്നലോ ചിന്തയോ ഒക്കെ മാത്രമായി തീരുന്നതാണ്. ഈ തിരിച്ചറിവ് പ്രാപിക്കുന്ന ഒരു ദൈവപൈതൽ ചെയ്യേണ്ടത് നന്ദിയുള്ളവനായി അവനെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവനൊന്നറിയാം, ഞാൻ മറ്റെന്ത് കൊടുത്താലും ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാകില്ല. കാരണം ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ്. അതൊരു മനുഷ്യന് വിലമതിക്കാനാവാത്തതുമാണ്. എന്നാൽ മനുഷ്യൻ പകരം ചെയ്യുവാൻ തുനിയുന്ന ഏതുപകാരവും താരതമ്യേന വില കുറഞ്ഞതും നശിച്ചു പോകുന്നതും വിലമതിക്കാൻ തക്കവണ്ണമുള്ളതുമാണ്. ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് ദൈവം മുടക്കിയ വീണ്ടെടുപ്പ് വിലയായ കുഞ്ഞാടിൻ്റെ രക്തത്തിന് പ്രിയരെ ആർക്ക് മറുവില കൊടുക്കുവാനിടയാകും? ഓരോ ദിവസവും ദൈവം ചെയ്തു തരുന്ന, ദൈവം പൊഴിച്ചു തരുന്ന ദൈനംദിന നന്മകൾക്ക് ആർക്ക് വില കൊടുക്കുവാനാകും? സങ്കീർത്തനക്കാരൻ ഇതിനെക്കുറിച്ച് കാണുന്നത്, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. സങ്കീർത്തനത്തിൽ വ്യക്തമായി ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകയാൽ മനുഷ്യന് വിലയുണ്ടെന്ന് തോന്നുന്നത് എന്ത് പകരം കൊടുത്താലും അതൊന്നും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാകില്ല. ദൈവത്തിന് പകരം കൊടുക്കാൻ പ്രിയരെ ഏഴകളായ നമ്മുടെ പക്കൽ എന്തുണ്ട്? നന്ദിപൂർവമുള്ള ആരാധനയും അതിനിടയിൽ നാം സന്തോഷത്തോടെ പൊഴിക്കുന്ന കണ്ണീർ പൂക്കളുമല്ലാതെ പൂർണ്ണ സമർപ്പണവും ഒരുക്കവുമുള്ള നമ്മുടെ ശരീരമാകുന്ന ആലയമല്ലാതെ നമുക്കെന്തുണ്ട് ദൈവത്തിന് പ്രസാദമാകത്തക്കവണ്ണം പകരം കൊടുക്കാൻ? ഈ തിരിച്ചറിവ് ഒരു ദൈവപൈതലിനെ അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും മണിമേടകളിൽ നിന്ന് താഴെ ഇറക്കി താഴ്മയുടെ ഭാവമുള്ളവരായി, ദൈവമേ ഞാനും എനിക്കുള്ളതും അങ്ങയ്ക്ക് സ്വന്തം എന്ന് സമർപ്പിച്ച് അവൻ്റെ പാദപീഠത്തിങ്കിൽ വീണ് നമസ്കരിക്കുന്നവരായി തീർക്കും. പ്രിയരെ, കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുക. എണ്ണിത്തീർക്കാനാകാത്ത, വിലമതിക്കാനാകാത്ത എത്രയെത്ര ഉപകാരങ്ങൾ
ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ചു. നാം അറിഞ്ഞും അറിയാതെയും കഴിഞ്ഞുപോയ എത്രയെത്ര അനർത്ഥങ്ങളിൽ നിന്ന്, കൊടിയ കൊടിയ വേദനകളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന്, അപവാദങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. കണക്ക് പറയാനാകാത്ത നിലയിൽ നാം ജീവവായു ശ്വസിച്ചില്ലേ? ഇതിനൊക്കെ നാം ദൈവത്തോട് നന്ദിയുള്ളവരാണോ? ജന്മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. വീണ്ടും ഈ ഉപകാരങ്ങളുടെ ശ്രേഷ്ഠകരമായ സ്വഭാവം അറിഞ്ഞ് സങ്കീർത്തനക്കാരൻ ഭയത്തോടും വിറയലോടും കൂടി ചോദിക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? പ്രിയരെ, ഈ വചനം നമ്മെ ചിന്തിപ്പിക്കണം, നമ്മെ ധ്യാനിപ്പിക്കണം. നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, ഇല്ല കർത്താവേ, എന്നെ പൂർണ്ണമാക്കി ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുകയല്ലാതെ, അങ്ങയുടെ ഇഷ്ടം ഞാൻ നിവർത്തിക്കുകയെന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നാം പറയുന്നത് കേൾക്കുവാനാണ് നമ്മുടെ കർത്താവിന് ഇഷ്ടം. ഭക്തൻ ഇത് തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. കൂടപ്പറപ്പുകളെ, ദൈവത്തോളം ഉന്നതനായ ഒരു വ്യക്തിക്ക് ദൈവത്തിന് പകരം കൊടുക്കുവാനാകുകയുള്ളൂ. നാം വെറും ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർ മാത്രം, നമുക്ക് ദൈവത്തിന് പകരം കൊടുക്കാനാകുകയില്ല. എന്നാൽ നാം നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുകയും നശിച്ചു പോകുന്ന ആത്മാക്കളെ ദൈവത്തിനായി നേടിക്കൊടുക്കുകയും ചെയ്താൽ, നാം സങ്കീർത്തനക്കാരൻ്റെ തീരുമാനം പോലെ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ, അതാണ് ദൈവത്തിന് പ്രസാദകരമാകുന്ന പ്രവൃത്തി. അതിന് നമുക്കിടയായി തീരണം, അതിന് നമുക്കിടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല രാവിലെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ശക്തമായി ഉപദേശിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതല്ലാതെ അപ്പ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം ചെയ്യുവാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നന്ദിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകണം. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ബലം തരണമേ, ജ്ഞാനം തരണമേ, കൃപ തരണമേ. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മക്കളുമേൽ കർത്താവിൻ്റെ വലിയ സൗഖ്യം, കൃപ പകർന്നാട്ട് ആത്മാക്കളെ നേടുന്നതിലും ശ്രദ്ധയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആത്മസഖിയുമവൻ തന്നെ, നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയസനല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്രനല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാ
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും